അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം നാം ഏവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ സമസ്തയുടെ ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ തിരുകേശമെന്ന് പറഞ്ഞ് അറബിയിൽ നിന്ന് ഒരു വ്യക്തി വന്ന് ഒരു കേശമെന്ന് പറഞ്ഞ് ഒരു വസ്തു നൽകുകയും അത് പ്രവാചകന്റെ തിരുകേശമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് നാടുനീളെ പ്രസംഗിച്ചും അതിന്റെ വെള്ളം കൊടുത്തും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ട് 40 കോടിയുടെ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ, പ്രത്യേകിച്ച് സുന്നികളുടെ പേരിൽ ഒരു വിഭാഗം രംഗത്തിറങ്ങിയപ്പോൾ ഇത് യാഥാർത്ഥ്യമെന്തോ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വ ബോധം ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്തയുടെ ഊന്നുവടി എന്നറിയപ്പെടുന്ന KSFന്റെ ബാധ്യതയാണ്. ആ ഒരു ബാധ്യത കാസർഗോഡ് ജില്ലയിൽ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പ്രവാചക തിരുകേശമെന്ന് പറഞ്ഞ് ഇവിടെ അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെയും തന്നെ നേതാക്കളുടെ അവരുടെ സമയം കവർന്നെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ഈ പരിപാടിയിൽ കൂടി ആവശ്യപ്പെടുന്നുള്ളൂ. പ്രവാചക തിരുകേശമുണ്ട് എന്ന് പറഞ്ഞ്, അതിന്റെ സനതുണ്ട് എന്ന് പറഞ്ഞ്, അതിന്റെ പരമ്പരയുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാപനത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും ഞങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ആളുകൾ ചെന്നപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കും. ഒരാള് നാളുനീളെ മണിക്കൂറുകളോളം പ്രസംഗിച്ച് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വാ, ഞങ്ങൾ അവിടെ വെച്ച് സ്ഥാപനത്തിൽ വെച്ച് സനത് കാണിച്ചു തരാം. ഇങ്ങനെ ഞങ്ങളുടെ ഓരോ സ്ഥാപനത്തിലേക്കും വാ എന്ന് ലേലം വിളിച്ച് നടക്കുന്നതിന് പകരം സനത് എന്താണ്, എവിടെയാണ് ഉള്ളത് എന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള മാന്യ വ്യക്തികൾ തയ്യാറാകണമെന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. വേറെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പരിപാടിയുടെ ഭാഗമായി ഈ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വിഭജിത വിഭാഗത്തിന് മറുവിഭാഗത്തിന് എന്തെന്നില്ലാത്ത വെപ്രാളം. നേതാക്കന്മാർക്ക് ഫോൺ കോളുകളാണ്, നിങ്ങൾ അവിടെ വരാൻ വേണ്ടി പാടില്ല, നടത്താൻ വേണ്ടി പാടില്ല എന്ന സംഘാടകർക്കുള്ള ഫോൺ കോളുകൾ. പക്ഷേ KSFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫോൺ കോളുകളും ഭീഷണികളും പുത്തരിയില്ല എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾ ഇതിന് മറുപടി പരിപാടി വെക്കുമെന്ന് ഞങ്ങൾക്കറിയുകയാണ്. അത്തരത്തിലുള്ള ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ മറുപടി വെക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം വെല്ലുവിളിയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറുപടി വെക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതിന് പകരമായി പരിപാടി വെക്കുന്നതിന് പകരം ഈ പ്രവാചക തിരുകേശത്തിന്റെ സനതുമായി ബന്ധപ്പെട്ട് പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി സഭയെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെയും ഇവിടെയും സനതുണ്ടെന്ന് പറഞ്ഞ് പരമ്പരയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം നിങ്ങൾ മണിക്കൂറുകളോളം വിപണനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗത്തിന്റെ കാസറ്റുകൾ ഇറക്കുന്ന സമയത്ത് 5-10 മിനിറ്റ് മതി നിങ്ങൾക്കതിന്റെ സനത് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ട് നിങ്ങൾക്കതിന്റെ സനത് വരെ വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പരസ്യമായ സംവാദത്തിനാണെങ്കിൽ പരസ്യമായ സംവാദത്തിന്, അതല്ല നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ രഹസ്യമായ സംവാദത്തിനാണെങ്കിൽ രഹസ്യമായ സംവാദത്തിന് ഞങ്ങളുടെ നേതാക്കൾ തയ്യാറാണ്. അതുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ മധ്യസ്ഥന്മാർ മുഖേന ഈ പ്രവാചക തിരുകേശം എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള മുടിയുടെ സനതുമായി ബന്ധപ്പെട്ടുള്ള സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇവിടെ വെച്ച് സൂചിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.